ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. JSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്ന ആദ്യം തന്നെ താങ്ക് യു ഓൾ. നെർവസാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട്. എന്നാലും സിനിമയെപ്പറ്റി എനിക്ക് തോന്നുന്നു സിനിമ ഇതൊരു ഏകദേശം ഒരു 10 ദിവസത്തിന് സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെപ്പറ്റി ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് സിനിമ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങൾ കാരണം ഇതൊരു പാനിൻ്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ശരിക്കും 2018 എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ പകച്ചുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺ രാജ് ചേട്ടനോട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ഇരിക്കുന്ന അങ്ങേയറ്റം തൊട്ട് എവിടം വരെ എത്തിയിരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിലും ഈ സിനിമയെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുകളുടെ പേര് ഞാൻ ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു അവസരം എനിക്കത് കിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് ഞാൻ ആദ്യം നടക്കുന്ന സമയത്ത് ഒരുപാട് കാലഘട്ടം കുറച്ചുകൂടെ സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് കരുതുന്നു. സിനിമ ഒരുപാട് പേരിലൂടെ കടന്നു വന്ന ഒരു സിനിമയാണ്. ഒരു സ്റ്റേജിൽ ഈ സിനിമ നടക്കാതാകുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്ക് ജയവിഷ്ണു കടന്നു വരുന്നുണ്ട്, മുനീറൊക്കെ കടന്നു വരുന്നുണ്ട്. ചെയ്യുന്ന പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന 2 പേരാണ്. ഒന്ന് സുരേഷ് ഏട്ടനും 2 അനുപമയും. അവർ 2 പേരും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഈ സിനിമയ്ക്ക് ഡേറ്റ് തന്നത് കൊണ്ടാണ് ഈ സിനിമ യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. 2 എന്നെ ഈ സിനിമയിലേക്ക് സുരേഷിൻ്റെ അടുത്തേക്ക് എത്തിച്ച സൈത്തേട്ടൻ യാത്ര ഇന്ന് ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തമാണ്. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു അനുപമ, ശ്രുതി, എവരിബഡി, താങ്ക് യു ഓൾ. ഓർമ്മ എന്താണ്? ഒരു കാര്യം ഞാൻ പറയാൻ മതി. ഇതിനെപ്പറ്റി പറയുമ്പം എൻ്റെ സേതുചേട്ടൻ്റെ പേര് ഞാൻ അറിയാതെ പെട്ടെന്ന് വിട്ടുപോയി. അറിഞ്ഞു എങ്ങനെയുള്ള ഓർമ്മയാണ്? ഫണ്ണായിട്ടുള്ളതാണോ വിഷമകരമായിട്ടുള്ളതാണോ? ഫണ്ണായിട്ടുള്ള ഓർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഷംജിത്തക്കയുടെ എഡിറ്ററുടെ കൂടെ ഞങ്ങൾക്കൊരു രാഹിലുണ്ട്. സ്പോട്ട് പറഞ്ഞപ്പോഴേ പലരും ചിരി തുടങ്ങി. രാഹില് ശരിക്കും രാഹിൽ ഇവിടെ ഇല്ല, ഉണ്ടായിരുന്ന കാണിക്കായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് എഡിറ്റർ എല്ലായ്പ്പോഴും ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതിലൊരു പ്രത്യേക സീക്വൻസ് തൃശ്ശൂർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 മണി വരെയുള്ള ഷൂട്ട്. അപ്പോൾ അനുവിന് പെട്ടെന്ന് തിരിച്ചു പോകണം, ഒരു ഉറക്കുന്നുണ്ടായിരിക്കും ബേക്കറി സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം മഴ വരുന്നു, ആകെ അലമ്പാകുന്നു, പലരും പല വഴിക്ക് പോകുന്നു. കുറേ മഴ വന്നതോടുകൂടി കംപ്ലീറ്റ് ക്രൂ പിരിഞ്ഞുപോയി. പിരിഞ്ഞപ്പോൾ ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. എന്നാൽ ഓക്കെ ബ്രേക്ക് പറഞ്ഞ് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പരിപാടി എല്ലാവരും പായ്ക്കപ്പ് പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാർ പോയി. സ്പോട്ടിട്ട് രാഹുലിനെ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ അഖിലിനോട് ചോദിച്ചു, അഖിലെ രാഹുൽ എന്ത് ചേട്ടാ കണ്ടില്ല. തിരിച്ചു പോയി ഞങ്ങളിവിടെ മുഴുവൻ തപ്പിയിട്ടും ആളെ കണ്ടില്ല. പക്ഷെ മഴ വന്നപ്പോൾ പാവം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ബസ്സേ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ആ ബസ് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 11 മണി 12 മണിയായപ്പോഴാണ് സ്പോട്ട് ഇട്ടിട്ട് വന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മ തിരിഞ്ഞു നോക്കും. ഞാൻ എപ്പോഴും എനിക്ക് ചിരി തോന്നുന്നൊരു സംഭവമാണത്. എനിക്ക് തോന്നുന്നു